ഈ വിസിലടിക്കാൻ തയ്യാറായിട്ട് നിൽക്കണ ഈ മുതലുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ ലേശം പരിപ്പ്, പിന്നെ കുറച്ച് വല്ലുള്ളി പറഞ്ഞാൽ ഒരു വല്ലുള്ളി, പിന്നെ എന്താ പറയുക, ഒരു 2 പച്ചമുളക്, ഒരു തക്കാളി, പിന്നെ ലേശം മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്ര ഇട്ടുകൊണ്ടാണ് ഇത് വിസിലടിച്ചാൽ തയ്യാറായിട്ട് നിൽക്കേണ്ടത് കേട്ടോ. ചിലപ്പോൾ ഇങ്ങനെ തൊട്ടാൽ ചിലപ്പോൾ വിസിലടിക്കും, അതിനായിട്ടില്ല, ആവുന്നുള്ളൂ. അപ്പോൾ കാര്യം എന്താ വെച്ചാൽ അതിന് മുന്നേ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുകയാണ്. അത് വിസിലടിച്ചുമ്പോഴത്തേന് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ലേശം തേങ്ങ ഉണ്ട് ചിലവിത്, പിന്നെ ഒരു എത്ര 1 2 3 ഇത്ര ചീരുള്ളി, പിന്നെ കുറച്ച് നല്ല ജീരകം, ഞാനൊരു 4-5 വെളുത്തുള്ളിയും കൂടി പൊളിച്ച് കണ്ട് ഇട്ടിട്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം അരച്ചെടുക്കുക, നല്ല പേസ്റ്റ് ആയിട്ട് കേട്ടോ. എത്ര വെളുത്തുള്ളിയും കൂടി ഞാൻ തീക്കിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു നുള്ളിൽ കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇടുന്നുണ്ട്, അരച്ച് കുപ്പാളക്കാൻ. അപ്പോൾ അതും കൂടി ഇടുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, ഒന്ന് പേസ്റ്റ് ആവാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. നമുക്കത് അരക്കാം. ഇതാണ് കേട്ടോ നമ്മളെ കുക്കറിലുള്ളത്. ഇതിലോട്ടാണ് ഞാൻ അരപ്പ് ഇടാൻ പോകുന്നത്. നമ്മൾ അരപ്പ് ഒന്ന് തളിച്ചോളൂ കേട്ടോ. കുക്കറിൽ വിസിലൊക്കെ പോയി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അടുപ്പത്തേക്ക് വെച്ചത്. തളിച്ചതിന് ശേഷം ഈ അരപ്പ് ഇതിലേക്ക് ഇട്ടുകൊണ്ട് നല്ലോണം ഇറക്കിക്കൊണ്ട് നല്ലോണം തളിച്ചോട്ടെ. അല്ലെങ്കിൽ ഇതിൻ്റെ ഒപ്പം ഇട്ടുകൊണ്ട് തിളപ്പിച്ചാലും മതി. അപ്പം നമ്മളെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചതാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ലൂസാക്കിയിരിക്കുന്നത് എന്താ വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ തണുത്ത ഒന്നും കൂടി ഇങ്ങനെ കുറുക്കും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ലൂസാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നല്ലോണം തിളക്കണം കേട്ടോ. നല്ലോണം തിളച്ചെങ്കിലാണ് ആ ജീരകത്തിൻ്റെയും എന്താ പറയുക, നമ്മളെ ചീരുള്ളിൻ്റെയും വെളുത്തുള്ളിൻ്റെ ഒക്കെ പച്ചമണം മാറണം. എന്നിട്ട് നമുക്ക് കടുക് എടുത്തുകൊണ്ട് വാങ്ങിയേക്കാം. പിന്നെ അതിൽ ഉപ്പുണ്ടോയെന്നും കൂടി ഒന്ന് നോക്കിക്കണ്ടിട്ടോ. ഇതാണ് കേട്ടോ നല്ലോണം തളിച്ചതിനെ നമുക്ക് ഇതാണ് കേട്ടോ. അപ്പം തന്നെ കുറുക്കി കുറച്ച്. ഇനി തണുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി കുറുക്കുക. അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി ലൂസാക്കിയാണ്ട് അതൊക്കെ നമ്മളെ ചാറ് തളിച്ചാണ് കേട്ടോ. ഇനി ഇത് വാങ്ങിക്കാണ്ട് നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കണം. മൂപ്പിച്ചാൽ മൺചട്ടിയാണ് വെച്ചേക്കുന്നത്, അടുപ്പത്ത് വെച്ചേക്കണേ. ഇനി അതിലോട്ട് ചൂടായതിൻ്റെ ശേഷം നമുക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ട് കടുകും പിന്നെ വറ്റൽമുളകും, ആർപ്പാടൊന്നും വേണ്ട വല്ലാതെ, കുറച്ചൊക്കെ ഇട്ടുകൊണ്ട് എന്നിട്ട് മൂപ്പിച്ചെടുക്കട്ടോ. അപ്പോൾ നമ്മളെ കടുക് പൊട്ടിച്ചാൽ എണ്ണ ചൂടിക്കുന്നുണ്ടോ ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിച്ചാൽ എണ്ണ നല്ലോണം ചൂടായാൽ ഇങ്ങനത്തെ സൗണ്ട് കേൾക്കാം. അല്ലെങ്കിൽ അതിങ്ങനെ ഒരു നഞ്ഞ ഇതിലിട്ട മാതിരി ഇങ്ങനെ നിൽക്കൂട്ടോ, നഞ്ഞ പടക്കം പോലെ വരാം. അപ്പോൾ നല്ല പടക്കം മാതിരി കിട്ടും. കുറച്ച് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ. കുറച്ച് കരിക്കിൻ്റെ ഇട്ട് കൊടുത്താൽ ഈ കടുകൊന്ന് പൊട്ടി നല്ല റെഡി ആകുമ്പോൾ നമുക്ക് ലേശം വറ്റൽമുളക് കൂടി ഇട്ടെടുക്കാണ്ട് നമ്മൾ അവസാനിപ്പിച്ചോ. നമുക്ക് ലേശം വറ്റൽമുളക് നല്ലോണം മൂത്ത് വന്നിട്ട് ആ ചാറ് വയ്ക്കാൻ പാർന്നാൽ മതി. ഏകദേശം മൂത്ത് കേട്ടോ. ഇനി മൂക്കാൻ നിന്നാൽ ചിലപ്പോൾ കരിയും. നമുക്ക് കറിയൊക്കെ വെച്ചാൽ ഇപ്പം അത്രേ ഉള്ളൂ കേട്ടോ. നമ്മുടെ പരിപ്പ് കറി റെഡിയാണേ.